ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂവസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഒണിയൻ പക്കോടയാണ് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന, പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ് ഒണിയൻ പക്കോട. അത് എങ്ങനെയാണ് നല്ല ക്രിസ്പിയും അതുപോലെ ക്രഞ്ചിയുമായിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഒണിയൻ പക്കോട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു അത്യാവശ്യം വലിയ തന്നെയാണ് കേട്ടോ, 3 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല തിന്നായിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത്, കണ്ടോ, നല്ല തിന്നായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ആദ്യം തിരുമ്മി വയ്ക്കാം. അതിൻ്റെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ സവോളയും ഉപ്പും കൂടി നന്നായിട്ട് തിരുമ്മിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 3 പച്ചമുളക്, കുറച്ച് വേപ്പില, ഇതെല്ലാം കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ 1/2 ടീസ്പൂൺ, അരയില്ല കേട്ടോ, കാൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് എണ്ണ, 1 ടീസ്പൂൺ മതിയാവും കേട്ടോ, എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം. നമുക്ക് ഇങ്ങനെ തിരുമ്മിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 30 മിനിറ്റ്സ് ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് പൊടികളൊക്കെ നമുക്ക് ചേർത്തിട്ട് പക്കോട ഉണ്ടാക്കി തുടങ്ങാം. ഒരു 30 മിനിറ്റ്സിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് മിക്സിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മിക്സ് ഉണ്ടല്ലോ, അതിലിതായിപ്പോൾ നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ അതിലേക്ക് കായത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ അജ്വൈൻ, അയമോദകം എന്ന് പറയുന്നത്, അത് 1/2 ടീസ്പൂൺ. പക്ഷേ ഈ അയമോദകം നിങ്ങൾക്ക് ഓപ്ഷണലാണ് കേട്ടോ, താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണമെന്നില്ല. അതുപോലെ ഞാൻ 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് നോക്കാം ആവശ്യം എത്ര വരും എന്നുള്ളത്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ആദ്യം കുറച്ചിട്ടു. ഇത് 4 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അത് ഞാൻ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി മിക്സ് ചെയ്ത് നമുക്ക് നോക്കാം എത്ര വേണ്ടി വരും എന്നുള്ളത്. കുറച്ചും കൂടെ കടലമാവ് വേണം, കാരണം ഇതിങ്ങനെ ഉതിർന്ന് കിടക്കണം, അങ്ങനെയാണ് നമുക്ക് പക്കോട ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കുറച്ചും കൂടി നമുക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് നോക്കാം. ആയിട്ടില്ല ഇതിൻ്റെ കൺസിസ്റ്റൻസി. ബാക്കിയുള്ള കടലമാവും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇത് വറുക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാണ് കേട്ടോ, ഈ കൂട്ടിലേക്ക്. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്യാം. ഇതിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടാൻ പാകത്തിനായിട്ടുണ്ട്. ആ എണ്ണ ഒഴിച്ചത്, ആ ചൂടുള്ള എണ്ണ ഞാൻ ഒഴിച്ചതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ചൂടായ എണ്ണയിലേക്ക് ഇതിട്ടിട്ട് വറുത്തെടുക്കാം. ഇത് നല്ല ചൂടായിട്ടുണ്ട് എണ്ണ. അപ്പം നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നല്ല മീഡിയം ആയിട്ട് തീ കുറയ്ക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, നമുക്ക് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി പക്കവട ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആയിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട് ഇത് മൂത്ത് വരാനായിട്ട്. നമ്മളെ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മൂപ്പ് മതി. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം അതിൽ ഇരുന്നൊന്ന് മൂക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു മൂപ്പിൽ തന്നെ അത് കോരിയെടുക്കണം കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ഒണിയൻ പക്കോടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമുക്കിനി ലാസ്റ്റായിട്ട് കുറച്ച് വേപ്പില ഇതിലൊന്ന് വറുത്ത് കോരാം. ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേഷന് വേണ്ടി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ആ വേപ്പിലയും കൂടി ഇപ്പോൾ വറുത്ത് കോരിയിട്ടുണ്ട്. നമ്മുടെ ഒണിയൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ ഉള്ളിയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരാറുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ അത്ര കാര്യമായിട്ട് അതിൽ വെള്ളം ഇറങ്ങി വന്നിട്ടില്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പക്ഷെ അധികം ആവരുത് കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മാവും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് അതൊരു ബജ്ജിയുടെ ടേസ്റ്റിലേക്ക് പോവും. നമ്മളിപ്പോൾ പക്കോട ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അതുപോലെ ലാസ്റ്റ് ചൂടായ എണ്ണ ഒഴിക്കുന്നതും നല്ലതാണ്. കാരണം അപ്പോഴും അത് നല്ല ക്രഞ്ചി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ 1-2 കാര്യങ്ങൾ മാത്രമേ ഇതിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൻ.